വിജയക്കുതിപ്പ് തുടർന്ന് ഇന്ത്യൻ യുവനിര. ആദ്യ T20യിൽ വമ്പൻ ജയത്തോടെ സൂര്യകുമാർ യാദവും സംഘവും. ബൗളിങ്ങിലെ കൂട്ടായ പരിശ്രമം, ബാറ്റിംഗിൽ തീയായി അഭിഷേക് ശർമ്മ. ഇത് രണ്ടും ചേർന്നപ്പോൾ 2025 ആദ്യ മാച്ചിൽ തന്നെ ടീം ഇന്ത്യ സ്പോട്ട് ഓൺ. ഈഡൻ ഗാർഡനിൽ ടോസ് നേടിയ സ്കൈ ഇംഗ്ലണ്ടിനെ ബാറ്റിംഗിന് വിട്ടു. അവിടെ മുതൽ കാര്യങ്ങൾ ഇന്ത്യ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടന്നു. 132 ഇംഗ്ലണ്ടിന്റെ ശക്തമായ ബാറ്റിംഗ് നിരയെ ഇന്ത്യൻ ബൗളേഴ്സ് പിടിച്ചുകെട്ടി. ഓപ്പണേഴ്സിനെ മടക്കി അർഷദീപിന്റെ ഉജ്ജ്വലമായ തുടക്കം. അതിനുശേഷം അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടോടെ ബ്രൂക്കും ബട്ട്ലറും തിരിച്ചടിച്ചിരുന്നു. കളിയിൽ ഇംഗ്ലണ്ട് ആകെ ഡോമിനേറ്റ് ചെയ്തത് ഈ ഒരു ഫേസിലായിരുന്നു. എന്നാൽ ബ്രൂക്കിനെയും ലിവിങ്സ്റ്റണെയും ഒരു ഓവറിൽ ബൗൾഡാക്കി വരുൺ ചക്രവർത്തി ഇന്ത്യയെ തിരികെ കൊണ്ടുവന്നു. മറുഭാഗത്ത് ബട്ട്ലറുടെ ഒറ്റയാൾ പോരാട്ടം കാണാമായിരുന്നു. നായകൻ 50 നേടിയെങ്കിലും ഒരു പിന്തുണ നൽകാൻ മറ്റാർക്കുമായില്ല. സ്പിന്നേഴ്സിന്റെ 12 ഓവറിൽ 67 റൺസ് മാത്രമാണ് സന്ദർശകർക്ക് നേടാനായത്. ഹർദിക്കും അർഷദീപും ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുത്തുമില്ല. ചെറിയ ടാർഗറ്റിൽ വിക്കറ്റിനായി തന്നെയായിരുന്നു ഇംഗ്ലണ്ടിന്റെ ശ്രദ്ധ. ആർച്ചറിന്റെയും മാർക്ക്വുഡിന്റെയും പേസിനെ ഒരു പരിധിവരെ ഇന്ത്യ അതിജീവിച്ചു. ആറ്റ്കിൻസണെ ഒരു ഓവറിൽ 22 റൺസ് അടിച്ച് സഞ്ജു സമ്മർദ്ദമില്ലാതെയാക്കി. സഞ്ജുവിനെ പേസിലും സ്കൈയെ പേസ് വേരിയേഷനിലും കുടുക്കി ആർച്ചറിന്റെ വക ഒരു പോരാട്ടം കണ്ടു. എന്നാൽ അഭിഷേക് ശർമ്മയെ തൊടാൻ അതൊന്നും മതിയാകുമായിരുന്നില്ല. കഴിഞ്ഞ പരമ്പരയിലെ ക്ഷീണം താരം ആദ്യ മാച്ചിൽ തന്നെ തീർത്തു. മാർക്ക്വുഡിനെ ഒരു ഓവറിൽ 18ഉം റഷീദിനെ ഒരു ഓവറിൽ 16 റൺസ് അടിച്ച് വെറും 20 പന്തിൽ 50ലേക്ക്. 10 ഓവറിൽ തന്നെ ടീം സ്കോർ 100 കടന്നപ്പോൾ ഇംഗ്ലണ്ടിന് മറുപടി ഉണ്ടായില്ല. ജയം ഉറപ്പാക്കിയാണ് 34 പന്തിൽ 79 റൺസോടെ താരം മടങ്ങിയത്. 5 മാച്ചുകളുടെ പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിൽ. 25-ന് ചെന്നൈയിൽ വെച്ചാണ് അടുത്ത കളി. എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.